മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ വിമർശനവുമായി വിദ്യാർത്ഥി സംഘടനയായ എസ്.എസ്.എഫിന്റെ മുഖവാരിക റിസാല. ജമാഅത്തെ ഇസ്ലാമിയെ ഒരു കാലത്ത് ശക്തമായി എതിർത്തിരുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ അവരുമായി ബാന്ധവത്തിൽ ഏർപ്പെടുകയാണ്. RSSന് ഏണി വെച്ചു കൊടുക്കുന്ന പണിയാണ് ലീഗ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മുസ്ലിം ബ്രദർഹുഡിനെ രാഹുൽ ഗാന്ധി വിമർശിക്കുമ്പോൾ അവരുടെ സമാന്തരന്മാരായ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ കോൺഗ്രസ് താലമേന്തി സ്വീകരിക്കുകയാണ്. AP വിഭാഗം സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SSFന്റെ വാരികയാണ് റിസാല. ഇന്ത്യാസ് കരീമുണ്ട് വിവരങ്ങളുമായി. ഇന്ത്യാസ്, ഇതുൾപ്പെടെ എന്തൊക്കെ വിമർശനങ്ങളാണ് വാരികയിൽ? രതീഷ്, സന്ധ്യ, SSFന്റെ മുഖവാരികയായിട്ടുള്ള റിസാലയുടെ ഈ വിമർശനത്തിന് ഇപ്പോൾ പ്രാധാന്യമേറുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ്. നമുക്കറിയാം, UDFന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും അതുപോലെ തന്നെ CPMന് PDPയുടെയും പിന്തുണയുണ്ട്. ഈ രണ്ട് മുന്നണികളും ഇപ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന ഈ രണ്ട് കക്ഷിയുടെ നിലപാടിൽ ഇപ്പോൾ പ്രശ്നമില്ല എന്ന രൂപത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് റിസാല ഈ രീതിയിൽ ലീഗിനും കോൺഗ്രസിനുമെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. അതായത്, ഒരു കാലത്ത് ലീഗ് വലിയ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എതിർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ലീഗുമായി ബാന്ധവത്തിൽ ഏർപ്പെട്ടു പോകുന്ന പണിയാണ് ചെയ്യുന്നത്. അത് RSSന് ഒരു പക്ഷേ ഏണി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വെൽഫെയർ പാർട്ടിയുടെ ഒരു സാഹോദര്യ യാത്രയുണ്ടായിരുന്നു. ആ സാഹോദര്യ യാത്രക്ക് ലീഗ് പിന്തുണ അർപ്പിച്ചതോടുകൂടി അന്നു മുതൽ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ധാരണയിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിനെതിരെ പറയുന്നത് മുസ്ലിം ബ്രദർഹുഡിനെ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് താലമേന്തി ഇവരെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ അടക്കം പിന്തുണ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത് എന്നാണ്. അതായത്, ഇങ്ങനെയൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലായാൽ പോലും മലബാറിൽ ഈ സമസ്ത വോട്ടുകൾക്ക് കുറെ കൂടെ പ്രാധാന്യമുണ്ട്. അങ്ങനെ സമസ്ത എല്ലാ ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും ഒക്കെ എതിർത്ത് മുന്നോട്ട് പോകുന്ന സമസ്തകളാണ് AP വിഭാഗമായാലും EK വിഭാഗമായാലും. ഇങ്ങനെ സമസ്തയുടെ വോട്ടുകൾ എങ്ങോട്ട് എന്ന് നിലനിൽക്കുമ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ഒക്കെ പിന്തുണച്ച് മുന്നോട്ട് UDF പോകുമ്പോൾ ഇവരുടെ വോട്ടിന് എന്ത് എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കാരണം SDP-യുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ സമസ്ത ആരെ പിന്തുണക്കണം, കാരണം UDFന്റെ നിലപാടുമായിട്ട് ഒത്തുപോകണമോ എന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ AP സമസ്തയുടെ മുഖവാരിക, വിദ്യാർത്ഥി സംഘടന SSFന്റെ മുഖവാരിക വലിയ വിമർശനമാണ് ലീഗിനും കോൺഗ്രസിനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്.